പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവം നമ്മളെ എല്ലാവരെയും ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്നാത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേദവാക്യം വായിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കും. എബ്രായ ലേഖനം 11-ന്റെ 4-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ, സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു, അവൻ ന്യായത്തിനായി കാത്തിരിക്കുന്നു. യോബിന്റെ പുസ്തകം 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ, പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു, പട്ടുപോയവരുടെ പ്രാണൻ നിലവിളിക്കുന്നു, ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല. രക്തത്തിന് ശക്തിയേറിയ ഒരു ശബ്ദമുണ്ട്. ഇവിടെ ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനായി നിലവിളിക്കുന്നു. ദൈവമേ, എന്റെ സഹോദരൻ ചെയ്തത് എന്തെന്ന് നോക്കണമേ. ഞാനൊരു തിന്മയും അവന് ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ എന്നെ കൊന്നു. കർത്താവേ, നീ ഇതിന് ഏതെങ്കിലും പകരം ചെയ്യണമേ. അവനെ വെറുതെ വിടരുതേ. ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ, കർത്താവായ യേശുവിന്റെ രക്തം ക്ഷമിക്കുന്നതിനായി യാചിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇതിൽ അത്ഭുതകരമായ ഒരു ശക്തിയുണ്ട് ദൈവവേദിലെ. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു, എന്നാൽ കർത്താവായ യേശുവിന്റെ രക്തമോ സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമ വിശുദ്ധന്മാർക്ക് തങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് പഴയ നിയമ രക്തസാക്ഷികൾ ഉറക്കെ നിലവിളിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിലൂടെ അവൻ ചെയ്തതുപോലെ ക്ഷമിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 60-ാമത്തെ വാക്യം. എന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു. നമ്മൾ അതറിയില്ല. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന എബ്രായ ലേഖനം 12-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കും. കൃപായുഗത്തിൽ ജീവിക്കുന്നവർ പ്രതികാരത്തിനായി വാഞ്ചിക്കുന്നു എങ്കിൽ അവരിൽ കർത്താവായ യേശുവിന്റെ രക്തമല്ല, ഹാബേലിന്റെ രക്തമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവവേദിലെ, നിന്റെ രക്തം ഏതിനായി നിലവിളിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ ശോധന ചെയ്യുക. പഴയ നിയമ വിശുദ്ധന്മാരെ പോലെ നിനക്ക് വിരോധമായി ചെയ്ത തിന്മയ്ക്ക് ദൈവം പ്രതികാരം നടത്തണമെന്ന് നീ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? അതോ നിന്നെ ഉപദ്രവിച്ചവർക്ക് കർത്താവായ യേശുവിനെ പോലെ സ്നേഹവും ക്ഷമയും നൽകുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി അന്യോന്യം ക്ഷമിപ്പീൻ. ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്ന് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിലും കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്.
ക്ഷമിക്കുവാൻ നമുക്ക് കഴിയേണ്ടതിനു വേണ്ടി ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പകൽ സമയം ഈ പ്രഭാതയാമത്തിൽ തന്നെ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ ചിന്തകളാൽ ഞങ്ങളുടെ ഹൃദയം നിറയുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, ആ വചനങ്ങളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എൻ്റെ സ്നേഹം അനേകർക്ക് ജീവൻ കൊടുക്കുന്ന സ്നേഹമായി അവിടുന്ന് ഞങ്ങൾക്ക് തന്നല്ലോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീനെന്നുള്ള പുതിയ കൽപ്പന ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലരെയും വെറുക്കുന്നു, പലരെയും ഞങ്ങൾ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നു എങ്കിൽ കർത്താവേ, അവിടുത്തെ ആത്മാവുമായി താതാത്മ്യപ്പെടുവാൻ ഞങ്ങൾക്ക് യോഗ്യതയുണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാവരെയും സ്നേഹിപ്പാൻ, എല്ലാവരോടും ക്ഷമിക്കുവാൻ, ഏത് തെറ്റും ക്ഷമിക്കുവാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിനെല്ലാം മഹത്വവും കരേറ്റുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.